എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഭാവങ്ങളുടെ കാരകത്വങ്ങളെക്കുറിച്ച് പഠിക്കാം. ഭാവങ്ങളെക്കുറിച്ച്, ഭാവാധിപന്മാരെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്ന് ഓരോ ഭാവങ്ങളെക്കുറിച്ചും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ചിന്തിക്കാം. ജീവിതത്തിൻ്റെ വിവിധ ഏരിയകളാണ് പ്രധാനമായും ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത്. ഭാവം എന്നാൽ ഭവിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അവിടെ മാറ്റത്തിന് വിധേയമായിരിക്കും ഭാവങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടും ലഗ്നം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. ഒരു ജാതകത്തിൽ ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് ആ ജാതകൻ്റെ സ്വഭാവം, ശരീരപ്രകൃതി, മറ്റുള്ള മാനസിക മനോഗുണങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങൾ, യശസ്, കീർത്തി, സൗന്ദര്യം, ദേഹത്തിൻ്റെ സൗന്ദര്യമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നം ഏത് രാശിയായിട്ട് വന്നോ, അല്ലെങ്കിൽ ലഗ്നത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മൾക്ക് ഈ ശരീരപ്രകൃതിയോടും ഈ പറയുന്ന സ്വഭാവ സവിശേഷതകളോടൊക്കെ ചേർത്ത് ചിന്തിക്കാം. രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ ധനം, വാക്ക്, കുടുംബം, അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുക. അപ്പോൾ രണ്ടാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്നിട്ടുണ്ട്, അത് ഏത് രാശിയായിട്ട് വരുന്നത് എന്നതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ധനം, വാക്ക്, വിദ്യ, കുടുംബം എന്നിവയുടെ സ്വഭാവം അല്ലെങ്കിൽ അവ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ഏകദേശം വിലയിരുത്താനാവും. മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ സഹോദരങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ, നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന പരിശ്രമം, ധൈര്യം, പരാക്രമം, വീര്യം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. അതായത് പരിശ്രമത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ ഒരു കാര്യം തുടങ്ങാനുള്ള ശേഷിയൊക്കെ, ഉദ്യമശക്തിയൊക്കെ നമ്മൾ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഏതൊക്കെ ഗ്രഹങ്ങളും രാശികളുമായി ബന്ധപ്പെട്ട് വരുമോ അത്തരം കാര്യങ്ങളെ ചേർത്തുകൊണ്ട് നമുക്ക് ആ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ, ആ വ്യക്തിയിൽ അതിൻ്റെ ഗുണങ്ങൾ ചിന്തിക്കാവുന്നതാണ്. നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് പ്രധാനമായും വീടാണ്. സുഖം, മനസ്സിൻ്റെ സുഖം, അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്ന സുഖം, അതുപോലെ തന്നെ വാഹനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അമ്മയുടെ കുടുംബം ഇത്യാദി കാര്യങ്ങൾ. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ചില ആചാര്യന്മാർ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കും. വീടിനോടനുബന്ധിച്ച് തന്നെ സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. ഇത് ഏതൊക്കെ ഭാവങ്ങൾ, ഏതൊക്കെ രാശിയും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു അത്തരം കാര്യങ്ങളുടെ അനുഭവങ്ങളും അത്തരം പശ്ചാത്തലങ്ങളും അദ്ദേഹത്തിൻ്റെ നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുണ്ടാകുമെന്ന് പറയാം. അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രധാനമായിട്ടും സന്താനങ്ങളാണ്, മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ സർഗശേഷി, സ്കില്ലുകൾ എന്ന് വേണമെങ്കിൽ പറയാം, കഴിവ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ, അതുപോലെ സന്താനങ്ങൾ, അതുപോലെ തന്നെ ശിഷ്യന്മാരുണ്ടെങ്കിൽ ആ ഫോളോവിങ്സ്. ഇപ്പോൾ വേണമെങ്കിൽ നൂതനമായിട്ടുള്ള യുഗത്തിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളെ ഫോളോ ചെയ്ത് വരുന്നവർ. അത് മക്കളായതുകൊണ്ട് മക്കളും ആ അഞ്ചാം ഭാവം കൊണ്ട് തന്നെ ചിന്തിക്കാറുണ്ട്. ശിഷ്യന്മാർ, മക്കൾ, അതുപോലെ തന്നെ ഫോളോവേഴ്സ്, ഫേമസ് ആവുന്ന വിഷയങ്ങളിലൊക്കെ നമ്മളെ കഴിവുകളെ കൊണ്ട് ഫേമസ് ആവുന്ന വ്യക്തികൾക്ക് അഞ്ചാം ഭാവത്തിന് വളരെയധികം പ്രബലത കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളെ സർഗശേഷി, സന്താനം, അതുപോലെ തന്നെ സ്കില്ലുകൾ ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കും. അതുപോലെ തന്നെ പൂർവ്വപുണ്യം, പൂർവ്വജന്മം, ഉപാസനാമൂർത്തിയൊക്കെ നമ്മൾ അഞ്ചാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. മനസ്സ്, പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളുടെ മനസ്സ് വിഷയങ്ങളൊക്കെ നമ്മൾ അഞ്ചാം ഭാവം കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കാറുള്ളത്. നാലാം ഭാവം കൊണ്ട് മനസ്സ് ചിന്തിക്കുമെങ്കിലും അതിൻ്റെ കൂടുതൽ വൈകാരികമായിട്ടുള്ള വശങ്ങളാണ് ചിന്തിക്കാറ്. അഞ്ചാം ഭാവം കൊണ്ട് ബുദ്ധി, തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഒരു ബുദ്ധിയുടെ തലത്തിലുള്ള മനസ്സിനെയാണ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാറ്. അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റ്യൂഷൻ ലെവലിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും അഞ്ചാം ഭാവത്തിൻ്റെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. ആറാം ഭാവം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് രോഗങ്ങൾ,
കടം, കേസുകൾ, വഴക്കുകൾ, പോലീസുമായിട്ടുള്ള അല്ലെങ്കിൽ കോടതികളുമായിട്ടുള്ള വ്യവഹാരങ്ങൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, മത്സരങ്ങൾ, കോമ്പറ്റീഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾക്ക് 6-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. അപ്പോൾ അത് ഏതൊക്കെ ഭാവങ്ങളും ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നു, അതിനനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളും പശ്ചാത്തലങ്ങളുമൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് പറയാം. 6-ാം ഭാവം കഴിഞ്ഞാൽ 7-ാം ഭാവമാണ്. 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് പാർട്ട്ണറാണ്. ജീവിതത്തിൽ നമ്മൾക്ക് പല രീതിയിലും പാർട്ട്ണർഷിപ്പുകളിൽ ഏർപ്പെടേണ്ടി വരാം. ജീവിത പങ്കാളി എന്ന് പറയുന്നതും, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതും ഒരു പാർട്ട്ണർ തന്നെയാണ്. അപ്പോൾ 7-ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ജീവിത പങ്കാളിയെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ബിസിനസ്സുകളിലുള്ള പാർട്ട്ണറുകളും ക്ലയൻറ്റുകളും നമ്മൾ ആരോടൊക്കെയാണോ ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതികൾ അതും 7-ാം ഭാവം കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ സുഖഭോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ലൈംഗിക സുഖഭോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിലെ തൃപ്തിയും അതൃപ്തിയുമൊക്കെ നമ്മൾക്ക് 7-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ഏത് ഭാവം അല്ലെങ്കിൽ ഏത് രാശിയുമായിട്ടാണോ ഈ പറയുന്ന ഭാവം ബന്ധപ്പെട്ട് വരുന്നത്, അതുപോലെ ഗ്രഹങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഗുണങ്ങളും പശ്ചാത്തലങ്ങളും ആ ഭാവത്തിലേക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഇനി 8-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മുടെ ആയുസ് അല്ലെങ്കിൽ മരണം, അതാണ് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, മറയ്ക്കപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തധികം കാണിക്കാൻ പറ്റാത്ത നിഗൂഢമായിട്ട് മറയ്ക്കപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസർച്ച്, അതുപോലെ തന്നെ വളരെ രഹസ്യമായിട്ടുള്ള വിദ്യകൾ, സഡൻ ആയിട്ടുള്ള ചേഞ്ചുകൾ, ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. മരണം അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങളും നമ്മൾ 8-ാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ, ഏതൊക്കെ രാശിയാണ്, ഏത് രാശിയാണ് 8-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചേർത്ത് ചിന്തിക്കാം. 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതാണ്: ആയുസ് അല്ലെങ്കിൽ മരണം, രഹസ്യാത്മക സ്വഭാവമുള്ള പഠനങ്ങൾ, നിഗൂഢ ശാസ്ത്രവിദ്യകൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവശക്തിയൊക്കെ 8-ാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ, ചേഞ്ചുകൾ, ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ലതുമാവാം മോശവുമാവാം ചില സന്ദർഭങ്ങളിൽ. അതൊക്കെ നമ്മൾക്ക് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഭാഗ്യം, ധർമ്മം, ഗുരു, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ്, ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അഭ്യസിക്കുന്ന വിദ്യകളൊക്കെ, അതായത് ഉപരിപഠനം, വലിയ വലിയ ഉപരിപഠനം എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഡിഗ്രി ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. ഒരു ഡിഗ്രി ലെവൽ വരെയുള്ള വിദ്യാഭ്യാസമൊക്കെ നമ്മൾക്ക് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം, ഒരു UP ലെവൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വിദ്യാഭ്യാസമൊക്കെ 2-ാം ഭാവം കൊണ്ടും ചിന്തിക്കാം. പക്ഷേ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഒരു വലിയ രീതിയിലുള്ള വിദ്യയൊക്കെ അഭ്യസിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വലിയൊരു മാസ്റ്റർ ഡിഗ്രി, ഡോക്ടറേറ്റ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ 9-ാം ഭാവമാണ് കൂടുതൽ നല്ലത് ചിന്തിക്കാൻ. 9-ാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ, ദേവാലയങ്ങളിലൊക്കെ പോകുന്ന വിഷയങ്ങൾ, ദൈവിക കാര്യങ്ങൾ, നമ്മൾ പാരമ്പര്യം, ധർമ്മം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. ഏറ്റവും പ്രധാനം അച്ഛനെ ചിന്തിക്കുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. 4-ാം ഭാവം കൊണ്ട് അമ്മയെയും ചിന്തിക്കും. ഇത്തരം വിഷയങ്ങളാണ് 9-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങളെപ്പറ്റി നോക്കാം. 10-ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ കർമ്മഭാവം എന്ന് പറയാറുണ്ട്. നമ്മൾ കർമ്മമാണ് ചിന്തിക്കുന്നത്. അത് ജോലി മാത്രമല്ല, നമ്മൾ ജോലിയിൽ നിന്ന് എന്തൊക്കെ നമ്മൾക്ക് ലഭിച്ചോ ആ ലഭിച്ചിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ചെയ്യുന്ന സേവനങ്ങളൊക്കെ അതിൽ പെടുത്താവുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് കർമ്മ വിഷയങ്ങൾ നമ്മൾക്ക് 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ പ്രശസ്തി, കീർത്തി, സമൂഹവുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മൾക്ക് 10-ാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. കർമ്മം കൊണ്ട് തന്നെയാണല്ലോ പലർക്കും പ്രശസ്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രശസ്തിയുടെ ഭാവമായിട്ട് നമ്മൾ 10-ാം ഭാവം തന്നെയാണ് ചിന്തിക്കാറ്. 10-ാം ഭാവം കഴിഞ്ഞു കഴിഞ്ഞാൽ, 10-ാം ഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10-ാം ഭാവം ഏത് രാശിയായിട്ട് വരുന്നോ, ഏത് ഗ്രഹങ്ങളൊക്കെ അവിടെ ബന്ധപ്പെട്ട് വരുന്നോ, ആ ഗ്രഹങ്ങൾ രാശിയുടെ സ്വഭാവത്തിലുള്ള സ്ഥലത്തോ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലായിരിക്കും ജാതകന് ബന്ധപ്പെട്ട് വരിക. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ജാതകത്തിൽ
കണ്ടിട്ടുള്ളത് 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രഹങ്ങളുടെ കർമ്മങ്ങൾ അദ്ദേഹത്തിന് വളരെ അനുയോജ്യമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു പ്രൊമിനൻ്റായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്റിൻ്റെ കർമ്മമല്ല ഒരു ആൾ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള കർമ്മത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വളരെയധികം സക്സസ് അല്ലെങ്കിൽ വിജയം ആ മേഖലയിൽ ഉണ്ടാകുമെന്ന് പറയാം. കാരണം അത് അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമായിട്ട് വേണം പറയാൻ. അപ്പോൾ കർമ്മഭാവം കഴിഞ്ഞു കഴിഞ്ഞാൽ 11ാം ഭാവമാണ് ലാഭസ്ഥാനം എന്ന് പറയും. കർമ്മത്തിലൂടെ ഉണ്ടാവുന്ന ധനവരുമാനം അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന ലാഭങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും 11ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തല്ലെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന ഹായ് ബൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത്യാവശ്യമുള്ള നെറ്റ്വർക്കിലൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് 11ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. ജ്യേഷ്ഠ സഹോദരനെ 11ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അനിയനെ നമ്മൾ ഇളയ സഹോദരങ്ങളെ 3ാം ഭാവം കൊണ്ടും ചിന്തിക്കും. ലാഭസ്ഥാനമാണ് പ്രധാനമായിട്ടും നമ്മുടെ ആഗ്രഹപൂർത്തിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് 11ാം ഭാവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ലാഭം, ആഗ്രഹപൂർത്തി, അങ്ങനെയുള്ള വിഷയങ്ങൾ, ജ്യേഷ്ഠ സഹോദരൻ ഇത്യാദി വിഷയങ്ങളൊക്കെ 11ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി 12ാം ഭാവമാണ് നഷ്ടസ്ഥാനം, വ്യയസ്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾക്കുണ്ടാവുന്ന നാശങ്ങൾ മീൻസ് നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ 12ാം ഭാവം കൊണ്ട് ചിന്തിക്കും. 12ാം ഭാവം കൊണ്ട് തന്നെയാണ് നമ്മൾ ഉറക്കത്തെ ചിന്തിക്കുന്നത്, ഉപബോധ മനസ്സിനെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ 12ാം ഭാവത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വിദേശവാസം, വിദേശയാത്ര ഇത്യാദി കാര്യങ്ങളും 12ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരകത്വങ്ങൾ. ഇവയൊക്കെ നമ്മൾ നന്നായിട്ട് ഹൃദിസ്ഥമാക്കിയിരിക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാവം കൊണ്ട് ചിന്തിക്കാം. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ജാതകം നോക്കുന്ന ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ഭാവങ്ങളെക്കുറിച്ചും അത് ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്ത ഏരിയകളാണ്. അത് നമ്മൾ എന്തൊക്കെയാണ് ഓരോ ഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത് എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജാതകം നോക്കുന്ന വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ജസ്റ്റ് ഒരു ഗ്രഹനില, രാശികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രം കിട്ടിയതുകൊണ്ട് ഫലം പറയാൻ പറ്റില്ലല്ലോ. ഏത് ഫലം ഏത് ഭാവം കൊണ്ടാണ് നോക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഫലം പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഫലം പ്രവചിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഭാവങ്ങൾ. അതുപോലെ തന്നെ ഭാവങ്ങളെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. ഭാവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം.